അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധേയമായ നമ്മുടെ ഈ പാരൻറ്റിങ് സെഷൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നേ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷെയെങ്കിലും നമുക്കിഷ്ടമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നമ്മുടെ കുട്ടികൾ താഴെ കളിച്ചങ്ങാടം പരിപാടിയിലാണ്. ആ മക്കളോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അതേ ചോദ്യം തന്നെ ലോകത്തെ മുസ്ലിങ്ങളായ കുടുംബത്തിൽ പിറന്ന മുസ്ലിം രക്ഷിതാക്കളുടെ മക്കളായ ഏതു കുട്ടികളോടും ആ ചോദ്യം നമുക്ക് ചോദിക്കാം. ഫലസ്തീനിലെ ഗസയിൽ തീർത്തും ഭീതിതമായ പ്രയാസകരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ സങ്കട കാഴ്ചകളിൽ ജീവിക്കുന്ന കുട്ടികളോടും നമുക്കൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണോ എന്ന ചോദ്യം. നമ്മുടെ കുട്ടികളോട് ഇപ്പൊ നമ്മൾ മൈക്കിൽ ചോദിച്ചാൽ ആ മക്കൾ ഒന്നടങ്കം ഒരുമിച്ച് പറയും, ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മക്കളും അത് പറയും. ഫലസ്തീനിൽ ബോംബ് പൊട്ടി തൻ്റെ കൈയും കാലും നഷ്ടപ്പെട്ട, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട, വീടും കുടുംബങ്ങളും നഷ്ടപ്പെട്ട ചെറിയ മക്കളും പറയും, അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ നബിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ് എൻ്റെ നബിയെ എന്ന് അവിടെയുള്ള മക്കളും പറയും. എന്താണ് ഇത്ര നബിനോട് ഈ മക്കൾക്ക് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നമ്മൾ ഇന്നേവരെ കാണാത്ത, ഇന്നേവരെ ഒരു ശബ്ദം പോലും കേൾക്കാത്ത ഒരു മനുഷ്യനെ, ഒരു മഹാപ്രവാചകനെ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മൾ ഇത്രമേൽ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവണം, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതിനുദാഹരണമാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, ആദിമ മനുഷ്യൻ മുതൽ ലോകാവസാനത്തിന്റെ അവസാന നിമിഷം പിറന്ന സകല മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹുവിന്റെ മഹ്ശറ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണിട്ടുണ്ടാവും. നിറകണ്ണുകളോടെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ് റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹു പറയും, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇർഫഅ റഅസക്, നീ നിന്റെ തലയുയർത്ത്, തലയുയർത്ത് മുഹമ്മദ്, സൽ തുഅതി, നീ ചോദിക്ക്, നിനക്ക് കിട്ടും. ഇശ്ഫഅ തുശഫഅ, നീ ശുപാർശ പറയേ, നിന്റെ ശുപാർശ പരിഗണിക്കപ്പെടും എന്ന് അള്ളാഹ് പറയും. നിറകണ്ണുകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയ ഉടൻ പറയുന്ന ആദ്യത്തെ വാക്കും വർത്തമാനവും ഉമ്മത്തി യാ റബ്ബ്, യാ റബ്ബ് ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്തിന്റെ കാര്യം പരിഗണിക്കണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്രയും ഇഷ്ടാണ് നമ്മളോട്. അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമാണ്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ,
എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. എല്ലാ നബിമാരും അത് നേരത്തെ തന്നെ അള്ളാഹിനോട് ചോദിച്ചു, അവർക്ക് അതിന്റെ ഉത്തരവും കിട്ടി. പക്ഷേ പക്ഷെ എന്റെ പ്രാർത്ഥന അത് എന്റെ ഉമ്മത്തിന് വേണ്ടി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഷഫാഅത്തിന് വേണ്ടി ഞാനത് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അതെ ഫഹിയനായിലത്തുൻ ഇൻഷാ അല്ലാഹ്, അത് കിട്ടും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് കിട്ടുക തന്നെ ചെയ്യും. ആർക്ക്? മമ്മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുകാരെ ചേർക്കാതെ മരിച്ചു വീണവരാരോ അവർക്ക് എന്റെ ഷഫാഅത്ത് കിട്ടും ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തി. ഇത് വളരെ പ്രധാനമാണ്. ഇത് വളരെ 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 പ്രധാനമാണ്. നമ്മളെ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്റെ ഷഫാഅത്ത് കിട്ടും ആർക്ക്? അള്ളാഹു ഉദ്ദേശിച്ചാൽ. ആർക്ക്? ഷിർക്കിന്റെ സ്പർശം പോലും തന്റെ വിശ്വാസത്തിൽ കടന്നു വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ച് ഹൃദയത്തോട് ചേർത്ത് ജീവിച്ചു മരിച്ചുപോയ മനുഷ്യർക്ക് ഇൻഷാ അല്ലാഹ് അത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താണ്. അത് നമുക്ക് കിട്ടണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും കിട്ടണം. അതിൽ ഒരർത്ഥത്തിലുള്ള ഗളക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ, നമ്മുടെ തൗഹീദിൽ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പയൊക്കെ നമ്മളെല്ലാം താരാട്ടു പാട്ടുപാടി ഉറക്കണ സമയത്ത് അവർ വശ്യമായി പാടിയ പാട്ടാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മഹിതമായ തൗഹീദി ആശയവും ആദർശവും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മഹിതമായ ആശയവും കേട്ടിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സിൽ ഇഷ്ടം ഇപ്പോഴും പതഞ്ഞു പൊങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇന്നും നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയും ഇങ്ങനെ നമ്മൾ വളർത്തണം. അവരുടെ കർണപുടങ്ങളിൽ നേരത്തെ പറഞ്ഞല്ലോ, 3 വയസ്സ് വരെ ഒരു കാരണവശാലും മൊബൈൽ സ്ക്രീൻ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. 6 വയസ്സ് വരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അതേസമയം അവന്റെ കർണപുടങ്ങളിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ദിഷണകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം. അതുകൊണ്ട് നമ്മൾ ഈ പാരന്റിംഗ് സെഷൻ ഇവിടെ നടത്തുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് കളിച്ചങ്ങാടം നടത്തി അവരുടെ മനസ്സുകളിലേക്ക് ആശയങ്ങളും തൗഹീദി ആദർശവും പകർന്നു നൽകുന്നതോടൊപ്പം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായി നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. യാക്കൂബ് നബി പകർന്നു കൊടുത്തതുപോലെ, യാക്കൂബ് നബി ഉറപ്പുവരുത്തിയതുപോലെ. മരിക്കാൻ കിടക്കാണ് യാക്കൂബ് നബി. 12 മക്കളുണ്ട് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. മരണാസന്നനായി കിടക്കണ യാക്കൂബ് നബി 12 മക്കളെയും തന്റെ ചുറ്റും വിളിച്ചു കൂട്ടാണ്. ഈ സംഭവം അള്ളാഹ് പറയാണ്, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഹാജരായിരുന്നോ എന്ന് അള്ളാഹ് ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ ആരും സാക്ഷികളായിരുന്നില്ല, എന്നാൽ ആ ചരിത്ര സംഭവം നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, മരണാസന്നനായി കിടക്കുന്ന യാക്കൂബ് നബി തന്റെ മക്കളോട് പറയാണ്, ഇദ് ഖാല ലിബനി മാ തഅബുദൂന മിൻ ബഅദി. 12 മക്കളെയും ചുറ്റും നിർത്തി ആ വാപ്പ ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഇപ്പോഴെല്ലാം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. എന്നാൽ എന്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഉറപ്പ് പറയൂ മക്കളെ, പറയൂ നിങ്ങൾ. ആ മക്കൾ ഒന്നടങ്കം വാപ്പാന്റെ ചുറ്റും നിന്ന് പറയാണ്, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. വാപ്പാക്ക് അവർ നൽകുന്ന ഉറപ്പാണത്. നഅബുദു ഇലാഹക്, ഉപ്പ, ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യനായ, നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹീമിന്റെ ആരാധ്യനായ ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും, ഞങ്ങളുടെ വല്ലുപ്പമാരായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും അങ്ങയുടെയും റബ്ബായ ഏകനായ റബ്ബിനെ മാത്രമേ ഉപ്പ ഞങ്ങൾ ആരാധിക്കൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ പൂർണ്ണമായി മുസ്ലിങ്ങളായിരിക്കും ഉപ്പ. ഉപ്പ മരിച്ചാലും ഈ ഇസ്ലാം എന്ന് ഞങ്ങൾ പുറത്തു പോവില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ തെന്നില്ല. ഞങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായി ഞങ്ങൾ ജീവിക്കും ഉപ്പ എന്ന ആ മക്കൾ വാപ്പാക്ക് കൊടുക്കുന്ന ഉറപ്പുണ്ട്. ഇത് അള്ളാഹ് പറയണ്, ഇതിന് നിങ്ങൾ സാക്ഷികളായിരുന്നോ? നിങ്ങൾ ഹാജരായിരുന്നോ?
ഇത് നമുക്കെല്ലാം ഉള്ള വലിയൊരു പാഠമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നിരന്തരം പകർന്നു നൽകണം. ഇബ്രാഹിം നബിയുടെ വസിയത്തിനെ കുറിച്ച്, യാക്കൂബ് നബിയുടെ വസിയത്തിനെ കുറിച്ചും അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നു. യാക്കൂബും ഇബ്രാഹിമും തന്റെ മക്കൾക്ക് നൽകിയ വസിയത്ത്, ഇത് പാരന്റിംഗ് ആണല്ലോ. രക്ഷിതാക്കളായ നമ്മൾ കേൾക്കാൻ അല്ലാഹ് നൽകുന്ന ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വൈസ് ആണിത്. എന്താണ് ഈ വസിയത്ത്? മക്കൾക്ക് ഇബ്രാഹിം എന്ന ഉപ്പ, യാക്കൂബ് എന്ന ഉപ്പ മക്കൾക്ക് നൽകിയ വസിയത്ത് എന്താണ്? ഉപദേശം എന്താണ്? യബനിയ ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, എന്റെ പൊന്നുമക്കളെ. നിങ്ങൾ ആ പുസ്തകം കണ്ടല്ലോ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. അതെ, മക്കളോടുള്ള ഇഷ്ടം വല്ലാതെ കൂടിയിട്ട് വിളിക്കുന്ന പ്രയോഗമാണത്, യാ ബുനയ്യ, പൊന്നുമോനെ എന്ന്. അങ്ങനെ അവര് വിളിച്ചു പറഞ്ഞത് ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീനിനെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ ആശയത്തിലും ആദർശത്തിലും ഉണ്ടാകണം. നിങ്ങളുടെ അവസാന ശ്വാസവും ഈ ഇസ്ലാമിലായിരിക്കണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലായിരിക്കണം, ഈ തൗഹീദിലായിരിക്കണം, ഈ മുഹമ്മദ് റസൂലുള്ളാഹിലായിരിക്കണം എന്നാണ് അള്ളാന്റെ റസൂലും നമ്മെ ഉപദേശിച്ചത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഉപ്പ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട മർമ്മവും ആത്മാവും കാമ്പും കാതലുമാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ പുറവ് വരുത്തരുത്. ഷിർക്കിന്റെ സ്പർശം നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൽ കടന്നു വരരുത്. കാരണം നബിനോട് അല്ലാഹ് പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നിന്റെ വിശ്വാസത്തിൽ എങ്ങാനും ഷിർക്കിന്റെ സ്പർശം ഉണ്ടായാൽ മുഹമ്മദ് നബിയെ നീ ചെയ്ത കർമ്മങ്ങളെല്ലാം നഷ്ടത്തിലാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിന്റെ കർമ്മങ്ങൾ പൊളിച്ചടുക്കപ്പെടും. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. നബിനോടാണ് അള്ളാഹ് ഇങ്ങനെ പറയണത്. അള്ളാഹുവിന്റെ റസൂലിനോടാണ് നബി ഇങ്ങനെ അള്ളാഹുവിന്റെ താക്കീത് ഉണ്ടാകുന്നത്. നിന്റെ വിശ്വാസത്തിൽ എങ്ങാനും ശിർക്ക് വന്നാൽ കർമ്മങ്ങൾ പൊളിച്ചു തകർക്കപ്പെടും, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് മർമ്മമാണ്, വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹുവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ മറ്റാരെയും പങ്കുകാരെ ചേർക്കാൻ പാടില്ല. അല്ലല്ല എന്ന് പറയുന്ന ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ലിബറലിസത്തിന്റെയും വ്യത്യസ്തത്തിന്റെയും വികൃത ചിന്തകൾ പെരുകുന്ന കാലത്ത്, കോഴിക്കോട് ജനിച്ച ഒരു പച്ചയായ മനുഷ്യനെ പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുടെ എണ്ണവും അണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ ആരാധിക്കുക റബ്ബുൽ ആലമീനിനെ ആയിരിക്കുമെന്ന സ്ഥൈര്യമുള്ള പ്രഖ്യാപനം നടത്താൻ നമ്മുടെ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ഈ തൗഹീദി ആശയത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യത്തിന് ഉടമകളാവാൻ ഉള്ള വല്ലാത്ത അനുഗ്രഹവും നമുക്ക് സാധ്യമാകണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ ജീവിച്ചേ മതിയാവും. അതിനെന്തു വേണം? പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്നു പ്രാർത്ഥിക്കണം. ഒരു ഉമ്മാന്റെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ ഉമ്മാക്ക് പ്രായമായി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വളരെ ചെറിയ മങ്ങിയ രീതിയിലേ അവർക്ക് കാഴ്ചയുള്ളൂ. ആ ഉമ്മാന്റെ അടുക്കൽ മകൻ കടന്നു വരുന്നുണ്ട്. ആ മകന്റെ പേര് അബ്ദുള്ള എന്നാണ്. ആ ഉമ്മാന്റെ അടുത്ത് മകൻ വന്നിട്ട് പറയാണ്, ഈ മക്കയെയും ഹിജാസിനെയും ആക്രമിക്കാൻ ശത്രുക്കൾ ചുറ്റും വളഞ്ഞുകൂടിയിട്ടുണ്ട്. ഞാനിതാ ഈ മണ്ണിനെ, ഈ വിശുദ്ധ ഭൂമിയെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഭയകേന്ദ്രമായ അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ ഇറങ്ങാണ് ഉമ്മ. ഉമ്മാനോട് ഒന്ന് അനുവാദം ചോദിക്കാൻ, ഒന്ന് യാത്ര പറയാൻ ഇറങ്ങാണ്. തിരിച്ച് ഞാൻ വന്നുകൊള്ളണമെന്നില്ല. എന്റെ കൂടെയുള്ളവരെല്ലാം രക്തസാക്ഷികളായി, ഞാൻ പോട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ആ മകൻ ഉമ്മാനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആ പ്രായമായ ഉമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആ ക്വാളിറ്റിയുള്ള മക്കളുമാകണം നമ്മുടെ മക്കൾ. ആ ഉമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എന്റെ റബ്ബേ, ഇതാ എന്റെ മകൻ, നിന്റെ മാർഗത്തിൽ അവൻ കാലെടുത്തു വെച്ചിരിക്കുകയാണ്. നിന്നോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് എന്റെ കുട്ടി. അവന്റെ ഉപ്പാനോട് ഉമ്മാനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് എന്റെ കുട്ടി. രാവിലെ പകലിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ പോലും നോമ്പെടുക്കുന്നവനാണ് എന്റെ കുട്ടി. രാത്രി ലോകമിറങ്ങുന്ന സമയത്ത് നിന്റെ മുന്നിൽ തഹജ്ജുദിൽ സുജൂദിൽ നിറകണ്ണുകളോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്റെ കുട്ടി. നന്മകളിലെല്ലാം മത്സരിച്ചവനാണ് എന്റെ കുട്ടി. എന്റെ മകനെ, ഏറ്റവും നന്മയെന്തോ ആ നന്മ നീ അവന് വിധിക്കണേ നാഥ എന്ന് പറഞ്ഞ് ആ ഉമ്മ പ്രാർത്ഥിക്കാൻ. നിങ്ങൾ നോക്കി, നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ആ ക്വാളിറ്റി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ആ യോഗ്യതയും സവിശേഷതയും നമുക്കും ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം പാരന്റിങ് സെഷനുകളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ വന്നിരിക്കുന്നത്.
രാവിലെ മുതൽ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ അടുക്കൽ വന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് നിറകണ്ണുകളോടെ നമ്മുടെ കുട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിൽ ആ ഖബറിന്റെ പരിസരത്തൂടെ കടന്നു വന്ന് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നാളെ പരലോകത്തും ആ മക്കളോടൊപ്പം സ്വർഗം അണയാൻ മഹാസൗഭാഗ്യം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് വേണം. ഒരു ലിബറൽ ചിന്തകതകൾക്കും നമ്മൾക്ക് അവരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഒരു എത്തിസ്റ്റുകൾക്കും നമ്മുടെ മക്കളെ നമ്മൾ കൊടുക്കൂല. ആരാര് അതിനെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാലും, ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ ഒരല്പം ഗോതമ്പ് മണിയോ അരിമണിയോ ഇട്ട് ഈ തള്ളക്കോഴികളും മറ്റേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത് കൊത്തി തിന്നുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പരുന്ത് വന്നാൽ, ഒരു കാക്ക വന്നാൽ, ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ കടന്നു വന്നാൽ ആ തള്ളക്കോഴി തന്റെ ചിറകങ്ങട് വിടർത്തും. എന്നിട്ട് അതിന്റെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അത് ആക്രോശിച്ച് ആ പരുന്തിനെതിരെ ചീറിയെടുക്കും. പരുന്ത് എത്ര വലിപ്പുണ്ട്, എത്ര മൂർച്ചുള്ള കൊക്കാണ് അതിനുള്ളത്. ഒന്ന് ആഞ്ഞു കൊത്തിയാൽ ചിലപ്പോ ചോര പൊടിഞ്ഞു വീഴും ഈ തള്ളക്കോഴി. അതുമല്ലെങ്കിൽ ഒരു ഭ്രാന്തനായ പട്ടി വന്നാൽ പോലും, ഒരു നായ വന്നാൽ പോലും, ഒരു വിഷപ്പാമ്പ് വന്നാൽ പോലും സകല ശക്തിയും സ്വീകരിച്ചുകൊണ്ട് ആ തള്ളക്കോഴി തന്റെ പൊന്നുമക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ചീറി നിൽക്കും. എന്നിട്ട് തന്റെ ചിറക് വിടർത്തി ഉയർത്തി തന്റെ കുഞ്ഞുമക്കളെ തന്റെ നെഞ്ചിലേക്ക് അണച്ച് ചേർത്ത് പിടിക്കും. ഇത് എത്ര വട്ടം നമ്മൾ കണ്ടതാണ്. നമ്മുടെ മക്കളെ നമുക്ക് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന പദവിയിലേക്ക് നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. നാളെ പരലോകത്ത് ഇഹത്തിലും പരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, നീ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെയും നീ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറപ്പിച്ചു നിർത്തണേ നാഥ. ഷിർക്കിന്റെ സ്പർശം കടന്നു വരാതെ നീ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തവും ഭദ്രവുമാക്കി നിലനിർത്തണേ നാഥ. മരണത്തിന്റെ അവസാന നിമിഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹിയിൽ ഉറച്ചു ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പേരമക്കളെ, ലോകാവസാനം വരെ ഞങ്ങളുടെ പിന്തലമുറകളായി കടന്നു വരുന്ന ഞങ്ങളുടെ മുഴുവൻ പിന്തലമുറയെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണേ നാഥ. നാളെ പരലോകത്ത് നിന്നെ കാണാനും നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും നബിയോടൊപ്പം സ്വർഗം അനുഭവിക്കാനും നീ ഞങ്ങളെയും, ഞങ്ങളുടെ രക്ഷിതാക്കളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ പേരമക്കളെയും, ഞങ്ങളുടെ പിന്തലമുറയെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.